ജാമ്യത്തിനുള്ള സ്റ്റേ ചോദ്യം ചെയ്ത് ഹർജി നൽകി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അത് പിൻവലിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു. CBI കേസും കൂടി ഉൾപ്പെടുത്തി പുതിയ ഹർജി സമർപ്പിക്കാമെന്ന് അഭിഷേക് മനു സിംഗ്വി സുപ്രീം കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഹർജി പിൻവലിച്ചത്. മദ്യനയ കേസിൽ കെജ്രിവാളിന്റെ അറസ്റ്റ് CBI രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി ഷപ്ന സിയാദ് ചേർന്നു. ഷപ്ന, ഡൽഹിയിൽ പല രാഷ്ട്രീയ നാടകങ്ങളും നീക്കങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന് അറിയാവുന്ന പോലെ മദ്യനയ കേസിൽ ആദ്യം കേസെടുക്കുന്നത് CBI ആണ്, പിന്നീടാണ് ED കേസെടുക്കുന്നതും. ആ കേസിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടരുന്നതും. ഇപ്പോൾ ഈ CBI കോടതിയെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണോ പുതിയ നീക്കം? EDയുടെ കോടതി നടപടികൾ എങ്ങനെയായിരുന്നു? സേതുലക്ഷ്മി, ED കേസിൽ ഡൽഹി ഹൈക്കോടതി ജാമ്യം സ്റ്റേ ചെയ്തതിനെതിരെ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് CBI ഇന്നലെ രാത്രിയിൽ തിരക്കിട്ട നീക്കം നടത്തിയത്. ഇന്നലെ രാത്രി തന്നെ ജയിലിലെത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വിചാരണ കോടതിയിൽ നിന്ന് പ്രൊഡക്ഷൻ വാറന്റ് വാങ്ങി ഇന്ന് രാവിലെ തന്നെ കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്ന ആവശ്യം CBI ഉന്നയിച്ചു. അതുമായി ബന്ധപ്പെട്ട വാദം ഇപ്പോഴും വിചാരണ കോടതിയിൽ തുടരുകയാണ്. CBIയുടെ അഭിഭാഷകനാണ് ഇപ്പോൾ കോടതിയിൽ വാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്യനയ രൂപീകരണത്തിന് എക്സൈസ് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് എതിർപ്പുണ്ടായിരുന്നു എന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ CBI അഭിഭാഷകൻ നടത്തിയിട്ടുണ്ട്. എതിർപ്പ് അറിയിച്ച ഉദ്യോഗസ്ഥരെ ഈ സർക്കാർ, അതായത് ആപ്പ് സർക്കാർ സ്ഥലം മാറ്റി എന്നാണ് കോടതിയെ വ്യക്തമാക്കിയത്. മദ്യനയ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ചത് ഡൽഹി മുഖ്യമന്ത്രിയാണ് എന്ന് CBI കോടതിയെ അറിയിക്കുന്നു. അതുപോലെ കോവിഡ് കാലത്ത് സൗത്ത് ഗ്രൂപ്പ് അംഗങ്ങൾ സ്വകാര്യ വിമാനത്തിൽ ഡൽഹിയിലെത്തി എന്നാണ് CBI കോടതിയിൽ വാദിക്കുന്നത്. ആ സമയം മറ്റ് യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല, മറ്റ് വിമാനങ്ങൾ സർവീസ് നടത്തിയിരുന്നില്ല. സൗത്ത് ഗ്രൂപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പിന്നീട് ഡൽഹി മദ്യനയം ആകുന്നത് എന്നാണ് CBI വാദം ഉന്നയിക്കുന്നത്. എന്നാൽ CBIയുടെ വാദത്തെ കെജ്രിവാളിന്റെ അഭിഭാഷകൻ ആദ്യം ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ എതിർത്തിരുന്നു. ചോദ്യം ചെയ്യാൻ CBI നൽകിയ അപേക്ഷയുടെ പകർപ്പ് നൽകിയില്ല എന്ന വാദം രാവിലെ തന്നെ ഉന്നയിച്ചിരുന്നു. കെജ്രിവാളിനെ ചോദ്യം ചെയ്തത് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് എന്നായിരുന്നു കെജ്രിവാളിന്റെ അഭിഭാഷകൻ CBI കോടതിയെ അറിയിച്ചത്. സാക്ഷി എന്ന രീതിയിലാണ് ചോദ്യം ചെയ്തത്, പിന്നീട് പ്രതിയാക്കിയായിരുന്നു. അറസ്റ്റ് നിയമപരമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നൊരു വാദം രാവിലെ ഉന്നയിക്കുകയും അതിൽ നിയമപരമായി കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ CBI കോടതി അനുമതി നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട വാദം ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിനിടെയാണ് സുപ്രീം കോടതി ഈ ജാമ്യം സ്റ്റേ ചെയ്തതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നത്. ജാമ്യം സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ CBI ഇന്നലെ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ആ കാര്യം കൂടി പരിഗണിച്ച് ഈ ഹർജി പിൻവലിക്കാൻ അനുമതി നൽകണം എന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. തുടർന്ന് സുപ്രീം കോടതി അനുമതി നൽകി. ഏതായാലും ഈ രണ്ട് വിഷയം കൂടി, അതായത് EDയുടെ അറസ്റ്റ്, അതുപോലെ EDയുടെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട ജാമ്യവും CBIയുടെ അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പുതിയ ഹർജി നൽകാം എന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് അടുത്ത ദിവസം തന്നെ ഉണ്ടാകും. ഇപ്പോഴേ വിചാരണ കോടതിയിൽ CBIയുടെ വാദം തുടരുകയാണ്. അതായത് വിചാരണ കോടതി കെജ്രിവാളിന് ബെയിൽ നൽകുന്നു, അതിനെതിരെ ED ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു, അവിടെ അതിന് സ്റ്റേ വരുന്നു. പിന്നീട് കെജ്രിവാൾ ഇതിനൊക്കെ എതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അതിനിടയിൽ നാടകീയമായി CBI വരുന്നു, രാത്രിയിൽ ചോദ്യം ചെയ്യുന്നു, ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. പിന്നീട് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഇപ്പോൾ ഈ CBI കേസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതും കൂടി പരാമർശിച്ചുകൊണ്ട് പുതിയൊരു അപേക്ഷ നൽകാം എന്ന നിലപാടെടുക്കുന്നു. ആ ഹർജി പിൻവലിക്കുന്നു. അതായത് ഏത് വിധേനയും കെജ്രിവാളിനെ ജയിലിൽ അടച്ചിടാൻ ഉള്ളൊരു നീക്കം തന്നെയല്ലേ കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും കേന്ദ്ര ഏജൻസികൾ അത്തരത്തിലൊരു തിരക്കിട്ട നീക്കം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇന്നിപ്പോൾ സുപ്രീം കോടതി EDയുടെ കേസിൽ ഹർജി പരിഗണിക്കാൻ ഇരിക്കെയാണ് CBI ഇത്തരം ഒരു നീക്കം നടത്തുന്നത്. ഇപ്പോൾ CBI കോടതിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് CBIയുടെ കസ്റ്റഡിയിൽ കെജ്രിവാളിനെ കിട്ടണം, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാണ്. EDയുടെ കേസിൽ ഏതെങ്കിലും തരത്തിൽ ജാമ്യം ലഭിച്ചാൽ തന്നെ CBI കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനി CBI കേസിൽ കൂടി ജാമ്യം ലഭിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കോടതിയുടെ ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വേണം എന്നൊരാവശ്യം CBI ഉന്നയിക്കുന്നത്. അതും CBI കസ്റ്റഡിയിൽ വേണം എന്ന് ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ സൗത്ത് ഗ്രൂപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഡൽഹിയിലെ മദ്യനയമായത്. കോവിഡ് കാലത്താണ് ഇത്തരത്തിൽ സ്വകാര്യ വിമാനത്തിൽ ഈ ഗ്രൂപ്പ് ഡൽഹിയിൽ എത്തുന്നത്. അതുപോലെ കെജ്രിവാളിന് ഇതിൽ കൃത്യമായ പങ്കുണ്ട്. മറ്റൊന്ന് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ ജാമ്യത്തിനുള്ള സ്റ്റേ ചോദ്യം ചെയ്തുള്ള ഹർജി
കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു. CBI കേസും കൂടി ഉൾപ്പെടുത്തി പുതിയൊരു ഹർജി സമർപ്പിക്കാമെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വി സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചതോടെയാണ് ഈ ഹർജി പിൻവലിച്ചത്. ഒപ്പം തന്നെ കെജ്രിവാളിന്റെ അറസ്റ്റ് CBIയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. CBI കേസിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ഇപ്പോൾ കെജ്രിവാളിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷപ്ന സേതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.